നമസ്കാരം. ഇത്രയധികം നമ്മളെ മനുഷ്യരെ വട്ടം ചുറ്റിച്ചിട്ടുള്ള ഒരു ശാസ്ത്രം വേറെ ഇല്ല എന്ന് പറയാം. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടുണ്ടാക്കിയ മുതൽ നമ്മുടെ ജീവിതാവസാനം വരെ ആളുകൾക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം ഈ വാസ്തുവാണ്. ഒരു ആശാരി വരും, വീട് ശരിയല്ല എന്ന് പറയും, അളവ് നോക്കും, അളവ് ശരിയല്ല എന്ന് പറയും. എന്നിട്ട് അളവിനനുസരിച്ച് വീട് ചില മാറ്റങ്ങളൊക്കെ വരുത്തും. വീണ്ടും വീട്ടിൽ പലതര പ്രശ്നങ്ങൾ, വീണ്ടും മറ്റൊരു ആശാരി വരും, അല്ലെങ്കിൽ മറ്റൊരു വാസ്തു വിദഗ്ധൻ വരും. എന്നിട്ട് പറയും അത് ശരിയല്ല, ഇവിടെ ശരിയല്ല, അവിടെ ശരിയല്ല, കന്നിമൂലയിൽ ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ അലക്കുകല്ല് വെച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ഇങ്ങനെ എന്തിനു പറയുന്നു? ജീവിത അവസാനം വരെ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തി ഒരു കാലത്തും സമാധാനം കിട്ടാത്ത അനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പലരും ഇത് പുറത്തു പറയാതെ പലരും ഇതിൽ സമാധാനിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ടതും അത്രയധികം മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് തീർച്ചയായിട്ടും ഈ വാസ്തുശാസ്ത്രം. കാര്യം നാട്ടുപ്രദേശത്തൊക്കെ ഇതിൻ്റെ ഒരു അവസ്ഥ വളരെയധികം ദയനീയമാണ്. കാരണം ഒരുപാട് ആളുകൾ അവർക്ക് വരുന്ന പല പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വാസ്തു മൂലം ഉണ്ടാകുന്നതാണെന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ പലരും അതിനെ ആ തരത്തിൽ വിശ്വസിപ്പിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. അത് ജ്യോതിഷം നോക്കുന്ന സമയത്താണെങ്കിലും വീട് കണക്ക് തെറ്റിയാണ് കിടക്കുന്നതെന്നും, അല്ലെങ്കിൽ ഒരു ആശാരി വന്ന് നോക്കുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു വാസ്തു വിദഗ്ധൻ വന്ന് നോക്കുന്ന സമയത്താണെങ്കിലും അവർ പറഞ്ഞ് അതിനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പലരും വീട് പൊളിച്ചു പണിയുകയും പലതരം മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും മിനിമം അത്യാവശ്യം പഠിച്ചിരിക്കേണ്ടതുമാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പഠിക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ നമ്മൾ പഠനം തന്നെയാണ്. നമ്മുടെ മക്കളും നമ്മളൊക്കെ ഒരുപാട് പഠനം തന്നെയാണ് നമ്മളെ വിഷയം. എത്രയോ വർഷങ്ങൾ. ആ കൂട്ടത്തിൽ നമ്മൾ ഇതും കുറച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ തലമുറ ഇതിൽ അനുഭവിച്ച ആ പ്രശ്നങ്ങൾ ഇനി വരും തലമുറ അനുഭവിക്കാൻ പാടില്ല. കാരണം മിനിമം അടിസ്ഥാനമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള മിനിമം വിവരങ്ങൾ, അറിവ് നമ്മളെല്ലാവരും നേടേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും, ചതിക്കപ്പെടും. കാരണം ഇത് അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളാണ്. ഏതൊരു ശാസ്ത്രജ്ഞനും അവരുടെ ഭാഗം അവരോട് പഠിച്ചു വെച്ചത് അതാണ് ശരിയെന്നും പറഞ്ഞ് ഇപ്പോഴും അതിൽ മാറ്റം വരുത്താതെ അതിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ഈ വാസ്തു വിദഗ്ധന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്, മുമ്പുണ്ടായിരുന്നിട്ടുമുണ്ട്. കാരണം അവർ പറയുന്നത് 100% വിശ്വസിച്ചുകൊണ്ട് പലരും നമ്മളെ വീടിനെ, സ്വന്തം വീടിനെ, നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ വീടിനെ തെറ്റിദ്ധരിച്ച് ഈ വീടാണ് നമ്മളെ ദുരിതത്തിനും കഷ്ടപ്പാടിനും പ്രയാസത്തിനൊക്കെ കാരണമെന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരുന്ന, ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആണ് 99%. എന്തായാലും ഇത് വലിയൊരു ദുരന്തം തന്നെയാണ്. നമ്മുടെ ഈ ഒരു അറിവില്ലായ്മ വലിയൊരു ദുരന്തം തന്നെയാണ്. എന്തായാലും ഈ വാസ്തു ശാസ്ത്രം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോയിരിക്കുന്നു. കാരണം ഇന്ന് വാസ്തുശാസ്ത്രം ഇല്ലാതെ തന്നെ മനുഷ്യൻ്റെ സാധാ രീതിയിലുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് പലരും വീട് നിർമ്മിച്ച് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. കാരണം ഈ കോമൺ സെൻസ് തന്നെയാണ് വാസ്തുശാസ്ത്രവും പറയുന്നത്. പക്ഷേ ഈ വാസ്തുശാസ്ത്രത്തിന് എന്തോ വലിയൊരു ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ അതിനെ വളച്ചൊടിക്കുകയും ജനങ്ങളിൽ ആശങ്ക പരത്തുകയും ചെയ്തിട്ടുണ്ട് പല കാലങ്ങളിലായിട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടുകട്ടിയായിട്ടുള്ളൊരു വിഷയമാണെന്നും
ഇത് പഠിക്കാൻ അനവധി വർഷങ്ങളെടുക്കുകയും ഒരുപാട് കണക്കുകളും കാര്യങ്ങളും അങ്ങനെ പലതരം നൂലാമാലകളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇത് തൻ്റെ കയ്യിൽ തന്നെ മാത്രം നിൽക്കേണ്ട ഒരു അറിവാണ്. അതുകൊണ്ട് തനിക്ക് മാത്രം ഇത് അതിനുവേണ്ടി പണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നൊരു ശാസ്ത്രശാഖ കൂടിയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയട്ടെ. അതുകൊണ്ടാണ് വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ച് പല യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ നമ്മളെ നാട്ടിൽ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന പല ആളുകളും ഇതിനെതിരെ ഘോരഘോരം സംസാരിക്കുകയും ഇതിനെ മോശമാക്കി പെടുത്തുകയും ചെയ്ത് യഥാർത്ഥത്തിൽ ഇത് വാസ്തുവിൻ്റെ ദോഷമല്ല, ആ ശാസ്ത്രത്തിൻ്റെ ദോഷമല്ല, ഇത് കയ്യാളിയിരുന്ന ആളുകളുടെ ദോഷമാണ്. കാരണം ഇത് പലർക്കും അജ്ഞമാണ്. അപ്പം അതുകൊണ്ട് ഇത് വലിയ എന്തോ ഒരു ഗൂഢമായിട്ടുള്ള എന്തോ ഒരു ശാസ്ത്രമാണ് എന്നും ജനങ്ങൾ സ്വതവേ മനസ്സിലാക്കി. അത് യഥാർത്ഥത്തിൽ പഴയ ആളുകൾ, അറിവില്ലാത്ത ശരിയായിട്ട് അതിനെ മനസ്സിലാക്കാത്ത ആളുകൾ അങ്ങനെ വരുത്തി തീർത്തതാണ്. എന്തായാലും ഇനി നമുക്കിത് സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരിക്കലും. വാസ്തു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് ഇവിടെ അവസാനിപ്പിച്ചത്. ഇതിൻ്റെ മറ നമുക്ക് പുറത്ത് ചാടിക്കണം. എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഈ വാസ്തു, എന്താണ് ഇത് മിനിമം പറയുന്ന കാര്യങ്ങൾ. ഇതൊരു എൻജിനീയറിങ് തന്നെയാണ്. ഈ പ്രകൃതിക്ക് അനുസൃതമായിട്ട് ഒരു നിർമ്മാണം, അത്രമാത്രമേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. നാം വീണ്ടും പറയുന്നു, നമ്മൾ കുന്നുകളും ചെരുവുകളും നീർത്തടങ്ങളും പുഴകളും അരുവികളും പാടങ്ങളും അതുപോലെ വനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ആവാസവ്യവസ്ഥയ്ക്ക് യാതൊരു കോട്ടം തട്ടാത്ത രീതിയിൽ നിർമ്മാണം നടത്തുക എന്നാണല്ലോ ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് വാസ്തുശാസ്ത്രവും പറയുന്നത്. അല്ലാതെ ഇതിൽ വലിയ ദൈവികമായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ എന്തോ ഒരു അജ്ഞമായിട്ട് നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഗൂഢമായിട്ട് എന്തോ ഒരു രഹസ്യം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. അതാണ് നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് ഇതിൽ. യോഗശാസ്ത്രം ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, വാസ്തുശാസ്ത്രം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ജ്യോതിശാസ്ത്രം, ദൈവികമായിട്ടുള്ള പല കാര്യങ്ങൾ, ക്ഷേത്രം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എന്തോ അതിൽ നിഗൂഢമായിട്ട് ജനങ്ങൾക്ക് ആകാത്ത രീതിയിലുള്ള കുറേ ശ്ലോകങ്ങളും കുറേ സുക്തങ്ങളും കുറേ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് ഏർപ്പാടുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇത് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. എനിക്ക് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയവർ, ശരിയായി മനസ്സിലാക്കിയവർ ഇതിൻ്റെ ശരിയായ രീതിയിൽ ശരിയായ വെളിച്ചം ജനങ്ങൾക്ക് നൽകുകയും സ്വാഭാവികമായിട്ട് കള്ളനാണയങ്ങൾ അപ്രസക്തമാവുകയും ചെയ്യും. അതാണെന്ന് ഏറ്റവും ആവശ്യം. കാരണം ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അന്ധവിശ്വാസം നീങ്ങുകയുള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഏതൊരു ആൾക്കും ഇതിനെതിരെ സംസാരിക്കാം. അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് വാസ്തുവിനെതിരെയും യോഗയ്ക്കെതിരെയും ഒക്കെ സംസാരിക്കാം. യഥാർത്ഥത്തിൽ അവരും ചെയ്യുന്നത് വിഡിത്തമാണ്. അവരും ചെയ്യുന്നത് ഒരു വിധത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണ്. കാരണം നമ്മളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് പറഞ്ഞാലും കുറേ കാലം അത് വിശ്വസിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തൊരു സാധനം മുന്നിലേക്ക് വെച്ചാണ്ടും ഇത് ദൈവികമാണ്, ഇത് ഈശ്വരീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം നമ്മളെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ അവരെ വേഗം പറ്റിക്കാനും വിശ്വാസവഞ്ചന നടത്താനും വിശ്വാസ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമ്മളെ സമൂഹത്തിന് ഗുണകരമല്ല. അത് നമ്മളെ സമൂഹം തീർച്ചയായിട്ടും നശിക്കുകയാണ് ചെയ്യുക. ഭാവി തലമുറ യുവതി യുവാക്കൾ ഇതിനെ വെറുക്കുകയാണ് ഉണ്ടാവുക. അപ്പോൾ പുതിയ തലമുറയ്ക്ക്, യുവതി യുവാക്കൾക്ക് ഇതിൻ്റെ ശരിയായ കാഴ്ചപ്പാട് കൊടുക്കുകയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എല്ലാവരും മുന്നോട്ട് വരണം. വാസ്തുശാസ്ത്രത്തെ ആയാലും യോഗശാസ്ത്രത്തെ ആയാലും ജ്യോതിഷശാസ്ത്രത്തെ ആയാലും
അതുപോലെ നമ്മളെ ചുറ്റുപാടിൽ എന്തൊക്കെ വിശ്വാസപരമായിട്ടുള്ള ദൈവികപരമായിട്ടുള്ള ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ള കുറേ ശാസ്ത്രങ്ങളുണ്ട്. അതിനെയൊക്കെ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആളുകൾ മുന്നോട്ട് വരണം. സാധാരണ ജനങ്ങൾ ഇതിൽ വഞ്ചിക്കപ്പെടാതെ ശ്രദ്ധിക്കുകയും വേണം. മിനിമം ഏത് കാര്യം കേട്ടാലും ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ളൊരു വിവേകം കൂടി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വാസ്തുശാസ്ത്രത്തെ കൂടുതൽ അറിയാൻ അടുത്ത മറ്റുള്ള പല വീഡിയോകളിലും നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ആശങ്കകളുമൊക്കെ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഫോർവേഡ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ വാച്ച് ചെയ്യണം. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഓരോ വാക്കുകളിലും നിങ്ങൾക്കതിൻ്റെ ആവശ്യമായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും കുറച്ച് കേട്ടുകൊണ്ട് ഇതിനെ വിലയിരുത്താൻ നിൽക്കരുത് എന്ന് മാത്രമാണൊരു അപേക്ഷ പ്രേക്ഷകരോട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.